ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ആദ്യത്തെ നോമ്പാണല്ലേ. സാധാരണ നോമ്പിന് ഒരുപാട് എണ്ണ പലഹാരങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കലുണ്ട് കേട്ടോ. പക്ഷേ ഈ തവണ അതെല്ലാം ഞാൻ ഒഴിവാക്കുകയാണേ. കാരണം ഒരുപാട് എണ്ണ പലഹാരമൊന്നും കഴിക്കണ്ട, മാക്സിമം അതെല്ലാം ഒഴിവാക്കാമെന്ന് വിചാരിച്ചിട്ടോ. പിന്നെ എന്തൊക്കെ പലഹാരങ്ങൾ ഉണ്ടാക്കില്ലെങ്കിലും നാസ്ത എനിക്ക് നിർബന്ധമാണ് കേട്ടോ. നോമ്പ് 1 മുതൽ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പെരുന്നാൾ വന്ന പോലെയാണ് കേട്ടോ. കാരണം എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു സാധനമാണ് ചോറ് കഴിക്കുക എന്നുള്ളത്. 4 നേരം നാസ്ത കഴിക്കാൻ പറ്റുക എനിക്ക് അത്ര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ ഒന്നും ഉണ്ടാക്കില്ലെങ്കിലും നാസ്ത ഞാൻ എന്തായാലും ഉണ്ടാക്കി. പക്ഷേ ഇന്ന് എന്തോ തീരെ വയ്യാത്തൊരു പോലെയായിരുന്നു കേട്ടോ. ഭയങ്കര മടിയും കാര്യം ഭയങ്കര ചൂടാണ് കേട്ടോ. അടുക്കളയിൽ നിന്ന് പണി ചെയ്യാനായിട്ട് ഇപ്പോൾ വല്ലാത്ത മടിയും എല്ലാമാണ് കേട്ടോ. പിന്നെ കുഞ്ഞിപ്പെണ്ണുള്ളതുകൊണ്ട് അപ്പം എണീക്കുകയും ചിണുക്കും കരിച്ചിലൊക്കെ ആകുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് മടി വരുമല്ലോ. എന്തായാലും നാസ്ത അങ്ങോട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അത് തന്നെ ബീഫ് കറി ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ പത്തിരിയെല്ലാം ഇന്ന് പുറത്തുനിന്ന് മേടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ബീഫ് കറി ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴത്തേനും കുഞ്ഞിപ്പെണ്ണിൻ്റെ ഒക്കത്തേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇക്കാക്ക വന്നു. അങ്ങനെ ബീഫെല്ലാം കുക്കറിലേക്ക് ആക്കാൻ കേട്ടോ. ബീഫ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇതുപോലെ എല്ലാം തിരുമ്മി കൂട്ടി പച്ച വെളിച്ചെണ്ണ വെച്ചിട്ട് കുക്കറിൽ 5-6 വിസിൽ അങ്ങോട്ട് കേൾപ്പിക്കും. ബീഫ് കറി 10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ റെഡി ആവും കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്കിങ്ങനെയാണ് ഇഷ്ടം. അങ്ങനെ കുഞ്ഞിപ്പെണ്ണിനെ ഉറക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരെ റൂമിലേക്ക് പോയി. കുഞ്ഞിപ്പെണ്ണിനെ ഉറക്കിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ അവൾ ഉറങ്ങുന്നതിന് മുന്നേ തന്നെ ഞാനും ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉറക്കം കഴിഞ്ഞ് എണീറ്റ് വന്നപ്പോഴത്തേനും എല്ലാം ബീഫൊക്കെ നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ടായിരുന്നേ. പിന്നെ അതെല്ലാം ഒന്ന് ഇളക്കിയൊക്കെ മിക്സാക്കി ഒന്നും കൂടി നമ്മൾ കഴിക്കുമ്പോൾ ചൂടാക്കിയാൽ മതി കേട്ടോ. ഞാൻ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ കറി. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതാ കുഞ്ഞിപ്പെണ്ണിന് ഫുഡ് എടുക്കാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ. ഇപ്പോൾ ഫുഡൊന്നും തീരെ പെണ്ണ് കഴിക്കുന്നില്ല കേട്ടോ. ഫുഡ് എടുത്ത് അപ്പോൾ എങ്ങോട്ടെങ്കിലേക്കും ഇങ്ങനെ നീന്തി പോകലാണ് കേട്ടോ. അങ്ങനെ ഇക്കാക്കതെ പള്ളി പോയി വന്നപ്പോഴത്തേനും പത്തിരി എല്ലാം മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. പതിവില്ലാണ്ട് ഒത്തിരി പത്തിരി വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി അതെല്ലാം കാസറോളാക്കി എല്ലാം സെറ്റാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടോ. നേരത്തെ എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആ സമയം അത് ധൃതി പിടിക്കണ്ടല്ലോ. അങ്ങനെ പത്തിരി വാങ്ങിയതെല്ലാം കാസറോളാക്കിയിട്ട് എല്ലാം എടുത്ത് വെക്കാണ് കേട്ടോ. അങ്ങനെ നോമ്പ് തുറക്കാനുള്ള കുറച്ച് ഫ്രൂട്ട്സും സമൂസയും എല്ലാം നമ്മൾ ടേബിളിലും ആക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇന്നത്തെ നമ്മുടെ നോമ്പ് തുറക്ക് ഇത്രയൊക്കെ ഉള്ളൂ.